ഹായ് ഓൾ, പ്ലംബർ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വീണ്ടും ഈ സെപ്റ്റംബർ 12 നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വീഡിയോസ് ഇതിനെക്കുറിച്ചുള്ളത് ഇടാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എസ്റ്റിമേഷനെ കുറിച്ചാണ്. എന്താണ് എസ്റ്റിമേഷൻ? എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ്റെ മുൻപായിക്കൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റുകളെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എസ്റ്റിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ മെറ്റീരിയൽ റിക്വയർമെൻ്റ് ഉണ്ട്, എത്ര കോസ്റ്റ് ആകും, എത്ര ഡ്യൂറേഷൻ ആകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു അവബോധം ഉണ്ടാക്കിയാണ് എസ്റ്റിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്റ്റിമേഷനകത്ത് അതിൻ്റെ വരുന്നത് പ്രോബബിൾ കോസ്റ്റ് വരുന്നുണ്ട്. ദെൻ ഫോർകാസ്റ്റ് ഓഫ് പ്രോബബിൾ കോസ്റ്റ്, എത്ര വരാം എന്ന് മുൻകൂട്ടി പറയുകയും ചെയ്യുക. ഒരു വീട് പണി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ദെൻ അടുത്തതായിട്ട് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം, എന്താണ് എസ്റ്റിമേഷൻ്റെ ആവശ്യം? എസ്റ്റിമേഷൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ടു പ്രിപ്പയർ ദ ബിൽ ഓഫ് ദി പ്രോജക്റ്റിൻ്റെ ബില്ല് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അപ്പം ബില്ല് എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് ബിൽ ഓഫ് മെറ്റീരിയൽ ആണ്. ബിൽ ഓഫ് മെറ്റീരിയൽ അതിൻ്റെ BOQ, ബിൽ ഓഫ് ക്വാണ്ടിറ്റി, എത്ര സാധനങ്ങൾ ആവശ്യമാണ്, എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ് എന്ന് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ആക്ച്വൽ കോസ്റ്റ് എത്ര വരണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രൊജക്റ്റ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ കൺസ്ട്രക്ഷൻ ഷെഡ്യൂള്, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ദെൻ ടെൻഡർ ഡോക്യുമെൻറ്റ്സ്, ഇത് വർക്ക് നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ. ലേബർ റിക്വയർഡ്, എത്ര ലേബർ ആവശ്യമായിട്ട് വരും, എത്ര ലേബർ ആവശ്യമുണ്ട്. പിന്നെ ബാങ്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിലും ഇതൊക്കെ ആവശ്യമാണ്. ദെൻ നെഗോസിയേഷൻ, ബൈ ഓർ സെൽ, ഏതൊക്കെ സാധനം മേടിക്കണം, എന്തൊക്കെ വിൽക്കണം, നെഗോസിയേഷൻ ആവശ്യമാണോ എന്നുള്ളതൊക്കെ. ഇപ്പോൾ എസ്റ്റിമേഷൻ തന്നെ 2 ടൈപ്പ് എസ്റ്റിമേഷൻ ഉണ്ട്. ടൈപ്പ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒന്ന് അപ്രോക്സിമേറ്റ് ഉണ്ട്, ഏകദേശം നമ്മളൊരു വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ, അതിനകത്ത് ഈച്ച് ആൻഡ് എവരിത്തിങ് ഈസ് മെൻഷൻഡ്. ദെൻ സബ്മെയിൻ എസ്റ്റിമേഷൻ ഉണ്ട്. റിവൈസ്ഡ് എസ്റ്റിമേഷൻ ഉണ്ട്. റിവൈസ്ഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് വന്നതിന് ശേഷം വീണ്ടും എന്തെങ്കിലും അഡീഷണൽ തിങ്സ് ഒക്കെ വേണ്ടി വന്നാൽ ചെയ്യുന്ന എസ്റ്റിമേഷനാണ്. സപ്ലിമെൻ്ററി എസ്റ്റിമേഷൻ ഉണ്ട്. മെയിൻ്റനൻസ് എസ്റ്റിമേഷൻ ഉണ്ട്. റിപ്പയർ എസ്റ്റിമേഷൻ. ഇത്രയും ടൈപ്പ് ഓഫ് എസ്റ്റിമേഷൻസ് ഉണ്ട്. ഈ എസ്റ്റിമേഷനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള വീഡിയോ അടുത്തതിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.